നമസ്കാരം. ആഗോള ബ്രാൻഡായ നെസ്ല കേവലം ഒരു വർഷം മാത്രം സിഇഒ സ്ഥാനത്തിരുന്ന ലോറൻ ഫ്രിങ്സയെ പുറത്താക്കിയ നടപടി കോർപ്പറേറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കമ്പനിയുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ഒരു കീഴുദ്യോഗസ്ഥയുമായി രഹസ്യബന്ധം പുലർത്തിയെന്ന ആരോപണത്തെ തുടർന്ന് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലാണ് ഈ അപ്രതീക്ഷിതമായ നടപടിയുണ്ടായത്. 4 പതിറ്റാണ്ടിലേറെ നെസ്ലയുടെ ഭാഗമായിരുന്ന കമ്പനിയുടെ അടുത്ത നേതാവായി വാഴ്ത്തപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പുറത്തുപോകേണ്ടി വന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ സംഭവവികാസങ്ങൾക്ക് ശേഷം നെസ്പ്രോയുടെ തലവനായിരുന്ന ഫിലിപ്പ് നവരാറ്റിലിനെ നെസ്ല പുതിയ സിഇഒ ആയി നിയമിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. 4 പതിറ്റാണ്ടോളം നെസ്ലയുടെ ഭാഗമായിരുന്ന ലോറൻ ഫ്രിങ്സെ 1986 നെസ്ലെ ഫ്രാൻസിൽ മാർക്കറ്റിംഗ്, വിൽപ്പന വിഭാഗങ്ങളിൽ ചേർന്നാണ് തന്റെ കോർപ്പറേറ്റ് ജീവിതം ആരംഭിച്ചത്. യൂറോപ്പിലും അമേരിക്കയിലുമായി ഉയർന്ന പദവികൾ വഹിച്ച ശേഷം 2024 സെപ്റ്റംബറിലാണ് നെസ്ലയുടെ സിഇഒ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത്. ഇതിനു മുമ്പ് 2014 അമേരിക്കയുടെ സോണിന്റെയും 2022 ലാറ്റിൻ അമേരിക്കയുടെയും സോണിന്റെയും ചുമതല അദ്ദേഹം വഹിച്ചിരുന്നു. ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിലും കമ്പനിയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും അദ്ദേഹം ഒരു നിർണായകമായ പങ്ക് വഹിച്ചതായും നെസ്ലെ ഒരു സമയത്ത് പ്രസ്താവിച്ചിരുന്നു. 2013 ആരംഭിച്ച നെസ്ലെ നീഡ്സ് യൂത്ത് പ്രോഗ്രാം അദ്ദേഹത്തിന്റെ ഒരു പ്രധാന സംരംഭമായിരുന്നു. 2030 1 കോടി യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും നൈപുണ്യ പരിശീലനവും നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി ഇപ്പോഴും തുടരുകയാണ്. ഒരു കീഴുദ്യോഗസ്ഥയുമായി രഹസ്യബന്ധം പുലർത്തിയെന്ന കണ്ടെത്തലാണ് ലോറൻ ഫ്രിങ്സയുടെ സിഇഒ സ്ഥാനത്ത് നിന്നും പെട്ടെന്ന് തിരശ്ശീല വീഴ്ത്തിയത്. കമ്പനിയുടെ സ്പീക്കിംഗ് ആപ്പ് സംവിധാനത്തിലൂടെ ലഭിച്ച പരാതികളെ തുടർന്നാണ് നെസ്ലെ ഒരു ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചത്. താൽപര്യ വൈരുദ്ധ്യത്തെക്കുറിച്ചും പക്ഷപാതത്തെക്കുറിച്ചും ജീവനക്കാർ ആശങ്കകൾ ഉന്നയിച്ചതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെസ്ലയുടെ ചെയർമാൻ പോൾ ബർക്കയും സ്വതന്ത്ര ഡയറക്ടർ പാബ്ലോ ഇസ്ലയും ചേർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ആരോപണങ്ങൾക്ക് തെളിവില്ല എന്ന് കണ്ടെത്തി. എന്നാൽ പരാതികൾ തുടർന്നതോടെ ബോർഡ് കൂടുതൽ വിശദമായ അന്വേഷണത്തിനായി ഒരു ഭാഗ്യ അഭിഭാഷകനെ നിയമിച്ചു. ഈ രണ്ടാമത്തെ അന്വേഷണത്തിലാണ് ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് 1 വർഷം മാത്രം തലപ്പത്തിരുന്ന ഫ്രിങ്സയ്ക്ക് സ്ഥാനം ഒഴിയേണ്ടി വന്നു. ഈ വിവാദം നെസ്ലയെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് തന്നെയാണ്. അടുത്തിടെ ഫ്രാൻസിലെ ഓഫീസുകളിൽ അനധികൃത ഫിൽട്രേഷൻ രീതികൾ ഉപയോഗിച്ചതിന് അധികൃതർ റെയ്ഡ് നടത്തിയിരുന്നു. കൂടാതെ അമേരിക്കയിൽ ഫ്രോസൺ മീൽസ് തിരിച്ചു വിളിക്കേണ്ടി വന്നതും വിൽപ്പന മന്ദഗതിയിലായതും കമ്പനിക്ക് തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിൽ ഫിലിപ്പ് നവരാറ്റിലിന്റെ നേതൃത്വം നെസ്ലയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറ്റുനോക്കുകയാണ് കോർപ്പറേറ്റ് മേഖല. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.